എനിക്ക് തോന്നുന്നു നമ്മളോടൊപ്പം അടുത്ത 2 പ്രശസ്ത വ്യക്തികളുണ്ട്. ഇതിനിടയ്ക്കൊരു കാര്യം പറയേണ്ടതുണ്ട്. ഈ ഭാഗവതം വെറുതെ വായിച്ചു പോകേണ്ട ഒരു കാലഘട്ടമല്ല ഇപ്പോഴുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരികപരമായിട്ടും ധാർമ്മികപരമായിട്ടും ഒക്കെ തന്നെ നമ്മളുടെ സംസ്കാരം നൂതനമാണ്. വെറുതെ ഒരു വായന അല്ലെങ്കിൽ ഒരു പൂജ തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ ഇത്തരത്തിലുള്ള സദസ്സുകൾ കൂടി വരുമ്പോഴാണ് ഈ ഭാഗവതത്തിൻ്റെ കാലിക പ്രസക്തി കൂടുന്നത്. പുതുതലമുറയെ ആകർഷിക്കണം. പുതുതലമുറ വായന കേട്ടുകൊണ്ട് മാത്രം ഇരിക്കാൻ തയ്യാറല്ല. അവർക്ക് ഇന്നറായിട്ട് എന്തെങ്കിലും കിട്ടണം. അതിന് ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ തിരഞ്ഞെടുത്ത ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമ്മളോടൊപ്പമുള്ള അടുത്തത് ശ്രീ സുരേഷ് ബാബു സാറാണ്. സനാതനധർമ്മം നേരിടുന്ന വെല്ലുവിളികളെപ്പറ്റി വളരെ വർഷങ്ങളായി ഗവേഷണം നടത്തിക്കൊണ്ട് ഈ കേരളത്തിലെ, പ്രത്യേകിച്ച് ഭാരതത്തിലെ അല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ വേരുകൾ തേടി അലഞ്ഞിട്ടുള്ളൊരു മലയാളിയാണ് അദ്ദേഹം. വർഗീയതയുടെ അടിവേരുകൾ തേടിയ വ്യക്തിയാണ്. ഈ കേരളത്തിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ തുടക്കം തൊട്ട് ഇന്നുവരെ അദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആധികാരികമായ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെഴുതുമ്പോൾ എനിക്ക് ചോദിക്കേണ്ട ഒരു സാധാരണ മനുഷ്യനായ സുരേഷ് ബാബു സാറിനോടാണ്. താങ്കൾ ഇത്രയൊക്കെ തുറന്നെഴുതുന്നു, താങ്കൾക്ക് പേടിയില്ലേ? താങ്കൾക്ക് ഭയമില്ലേ? അപ്രകാരം ഒരു ഭയവും പേടിയും ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ ആ കരുത്തു നേടാൻ ഞങ്ങളൊക്കെ എന്താണ് താങ്കളിൽ നിന്ന് പഠിക്കേണ്ടത്, അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അവലും മലരും കുന്തിരിക്കും ഒക്കെ കരുതി വെച്ചുകൊള്ളാൻ പറയുന്നൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെട്ട കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആ ഹിറ്റ് ലിസ്റ്റിൽ ചിലപ്പോൾ ഒരാളാവാം, ഞാൻ പറയുന്നതിൽ ദയവായിട്ടൊന്നും ക്ഷമിക്കരുത്, സാധാരണഗതിയിൽ ആ ഹിറ്റ് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള ആൾ തന്നെയാണ് സുരേഷ് ബാബു സാർ. കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം നമ്മൾ നോക്കണം, വളരെ ആധികാരികമായ ഗ്രന്ഥമാണ്. താങ്കൾ ആ പ്രതിസന്ധി നേരിടുന്നുണ്ടോ? ആ പേടി താങ്കൾക്കുണ്ടോ? ആ പേടി ഉണ്ടെങ്കിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഗംഭീര ചോദ്യമാണ്. ഞാൻ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മയ്ക്ക് മനസ്സുകൊണ്ട് പ്രണാമം അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യിക്കാനും ഒക്കെ അവസരം കിട്ടുന്നുണ്ട്. അനന്തരാമൻ സാറ് കൊച്ചിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രാരംഭ ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ മാതൃഭൂമിയുടെ കൊച്ചി റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ചോദ്യം ഗംഭീരമാണ്. കാര്യം അപ്രിയ സത്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ് പത്രപ്രവർത്തകൻ്റെ പണി. 87 മാതൃഭൂമി ജോയിൻ ചെയ്ത ദിവസം മുതൽ ഇന്ന് വരെ, കഴിഞ്ഞ മാസമാണ് ജനൻ ടി വിയിൽ നിന്ന് മാനേജ്മെൻറ്റ് അഡ്വൈസറായിട്ട് ഇറങ്ങിയത്. ഇറങ്ങുന്നിടം വരെ ഇത് മര്യാദയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭീഷണി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ, 1ഉം 2ഉം അല്ല. വർഗീയതയുടെ അടിവേരുകൾ എഴുതുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഞാനാണ് എഴുതുന്നത്. അന്ന് ആകെ അത് അംഗീകരിച്ചത് ഡോക്ടർ TP സെൻകുമാർ എന്ന് പറയുന്ന ഇൻ്റലിജൻസിൻ്റെ IG മാത്രം. അദ്ദേഹം അന്ന് മൊബൈൽ ഫോണില്ല, ലാൻഡ് ഫോണിൽ വിളിച്ചു, കാണണമെന്ന് പറഞ്ഞു, കണ്ടു, കൂടുതൽ ഡീറ്റെയിൽസ് സംസാരിച്ചു. 90-ലാണ് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദം അതിശക്തമായത്. അത് ഫുള്ളായിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റി. മാറാട് കലാപം ഉണ്ടായപ്പോൾ കലാപത്തിൻ്റെ അന്വേഷണം നടത്തിയിരുന്ന ജസ്റ്റിസ് ജോസഫ് തോമസ് വർഗീയതയുടെ അടിവേരുകൾ എന്ന് പറയുന്ന പുസ്തകത്തെ സുവോ മോട്ടോ തെളിവായിട്ട് സ്വീകരിച്ചു. 2 ദിവസം പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഗ്രില്ലിംഗ് ക്രോസിംഗ് ഉണ്ടായിരുന്നു. അവർക്ക് എൻ്റെ പൊളിറ്റിക്സ് ആയിരുന്നു അറിയേണ്ടത്. ഞാൻ പറഞ്ഞു, മാതൃഭൂമി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പൊളിറ്റിക്സ് ഇല്ല, ഇപ്പോൾ പത്രപ്രവർത്തകനാണ്. അപ്പോൾ അതിനകത്ത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാമ്പത്തിക സോഴ്സ്, മാറാട് കലാപത്തിൽ ആയുധം വന്ന വഴി, പള്ളിയിൽ എങ്ങനെ ആയുധം എത്തി, ഇത് മുഴുവൻ കണ്ടെത്തണം. അത് കണ്ടെത്തിയാൽ മാത്രമേ ഇവിടെ ഇത് തീരുള്ളൂ എന്നന്ന് കമ്മീഷൻ മുമ്പാകെ പറഞ്ഞു. കമ്മീഷൻ്റെ റിപ്പോർട്ട് തുടങ്ങുന്നതും അവസാനിക്കുന്നതും എൻ്റെ കൊട്ടേഷനിലാണ്. അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനെ കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ആ റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൽ കൂടെ നടപ്പാക്കാൻ നമുക്ക് കഴിയണം. പക്ഷേ ഒരു കാര്യം കമ്മീഷൻ സ്വീകരിച്ചു, ഈ ആയുധവും പൈസയും എത്തിയ വഴി കണ്ടെത്താൻ CBI അന്വേഷണം ആവശ്യമാണെന്ന് അവർ പറഞ്ഞു. അതിനുശേഷമാണ് മാതൃഭൂമിയിൽ നിന്ന് സമ്മാനം കിട്ടി ഇഷ്ടം പോലെ. 18 വർഷത്തെ സർവീസിനിടയ്ക്ക് 11 12 സ്ഥലമാറ്റം കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അമൃത TV യിലേക്ക് പോയി. അമൃതയിൽ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല.
പക്ഷേ അവിടെ ആശ്രമത്തിൻ്റെ ഒരു ഫേസ് എന്ന നിലയിൽ ഈ തീവ്രവാദത്തെ എക്സ്പോസ് ചെയ്യുന്നതിൽ പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ കേരളം വർഗീയതയുടെ പിടിയിലാണ്. 20 വർഷത്തിനകം കേരളം ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് എന്നുള്ള VS അച്യുതാനന്ദൻ്റെ പ്രസ്താവന അമൃത TV-യിലാണ് വന്നത്. ഡൽഹിയിൽ അദ്ദേഹം അമൃത TV-യോട് സംസാരിച്ചു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അതന്ന് കത്തിപ്പിടിച്ചു. അതിനുശേഷം ജനൻ TV-യിലെത്തിയപ്പോൾ ആണ് അഡ്വക്കേറ്റ് അനിൽ പറഞ്ഞ മാതിരിയുള്ള പ്രതിസന്ധികൾ വന്നത്. ലവ് ജിഹാദ് കേരളത്തിലില്ല എന്ന് പറഞ്ഞ പാർലമെൻറ്റിൽ കേരളം കൊടുത്ത മറുപടി വായിച്ച ആ ആഴ്ചയിൽ ലവ് ജിഹാദിനിരയായ 6 വനിതകളെ ഞങ്ങൾ ജനൻ TV-യുടെ ഫ്ലോറിൽ കൊണ്ടുവന്നു. അവരെങ്ങനെയാണ് ഈ ലവ് ജിഹാദിനിരയായത്, ഇൻ്റലക്ച്വൽ ജിഹാദിനിരയായത് എന്നുള്ളത് എക്സ്പോസ് ചെയ്തു. തുടർന്നാണ് IS-ൻ്റെ ഭീഷണി വന്നതും IS-ൻ്റെ ഇൻ്റർനാഷണൽ വെബ്സൈറ്റിൽ ജനൻ TV-യും എൻ്റെ പേരും വെച്ചിട്ട് കൊല്ലുമെന്നുള്ള ഭീഷണി വന്നു. അന്ന് ലോകനാഥ് ബെഹ്റയായിരുന്നു DGP. അപ്പോൾ അദ്ദേഹം ഓഫീസിലേക്ക് ആളെ അയച്ചു. എന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വധഭീഷണിയുണ്ട്, ചെറുതല്ല, IS ആണ്, വളരെ സീരിയസ് ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇപ്പം യാത്ര ശ്രദ്ധിക്കണം, പോകുന്ന വഴി കൂടെ തിരിച്ചു വരരുത്. പിന്നെ ദൂരയാത്ര ഉണ്ടപ്പോൾ പോലീസിനെ അറിയിക്കണം. ഓഫീസിൽ സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തി. എന്നിട്ട് പിന്നെ ലൈവ് ക്യാമറ വെച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഭയം എൻ്റെ മുന്നിൽ കൂടെ ഉണ്ടായിട്ടില്ല. കാര്യം അതിൻ്റെ കാരണം ഭഗവത്ഗീതയാണ്. എൻ്റെ ആത്മാവിനെ ഒരായുധം കൊണ്ട് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉള്ള ആ തത്വശാസ്ത്രം ഞാൻ അതിൽ നിന്ന് പഠിച്ചു. ഞാൻ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തേ പറ്റൂ. നമ്മളങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്നത്തെ നിലയിലെത്തിയത്. പ്രൊഫസർ ശ്രീ അനന്തരാമൻ സാർ പറഞ്ഞു അമേരിക്കയെക്കുറിച്ച്. അമേരിക്കയിലെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഏറ്റവും കൂടുതലുള്ള സമൂഹം അമേരിക്കയിലാണ്. അവരുടെ മൊത്തം അമേരിക്കൻ കമ്മ്യൂണിറ്റിയുടെ 50 to 60% മരണഭയം കാരണം സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്. എന്താ സ്ലീപ്പ് ഡിസോർഡേഴ്സ്? ഒന്ന്, ഉറങ്ങാൻ കിടക്കുന്ന ഒരാൾ സാധാരണഗതിക്ക് 12 മിനിറ്റ് കൊണ്ട് ഉറങ്ങണം. 2, ഉറങ്ങാൻ കിടക്കുന്ന ആൾ ഡീപ്പ് സ്ലീപ്പാണെങ്കിലും അല്ലാത്ത സ്ലീപ്പാണെങ്കിലും 8 മണിക്കൂർ മര്യാദയ്ക്ക് നന്നായിട്ട് ഉറങ്ങണം. ഇതിനിടയ്ക്ക് ബ്രോക്കൺ സ്ലീപ്പ് വരും. അർദ്ധരാത്രിയിൽ ഞെട്ടി ഉണരുക, നഖം കടിക്കുക, പല്ലിറുമുക, ഈ തരത്തിലുള്ള സ്ലീപ്പ് ഡിസോർഡേഴ്സ് വരുന്നതിൻ്റെ അവിടുത്തെ കമ്മ്യൂണിറ്റിയിൽ നടത്തിയ പഠനത്തിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ സ്റ്റഡി റിപ്പോർട്ട് എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിസോർഡേഴ്സ് മരണഭയം കാരണമാണ്. മരണഭയം ഇല്ലാതെ ഉറങ്ങാൻ കഴിയുന്ന ഏക സമൂഹം ഭാരതീയരാണ്. അപ്പോൾ ആ സമൂഹത്തിൽ നമുക്ക് മരണഭയം ഇല്ല. നമ്മൾ ജീർണവസ്ത്രം ഉപേക്ഷിച്ചതുപോലെ ഈ ശരീരം ഉപേക്ഷിച്ച് അടുത്ത ജന്മത്തിലേക്ക് വരുന്നു. ജ്ഞാനപ്പാനയിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നു, നായയായും നരിയായും അജൻ ചത്ത് ഗജമായി പിറക്കുന്നു തുടങ്ങിയ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശക്തമായ ഒരു ഫിലോസഫിക് ബേസ് ഉള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്തതിൻ്റെ പ്രശ്നം ദേവശിഷ് ചാറ്റർജി എന്ന് പറയുന്ന കാലിക്കറ്റ് IIM-ൻ്റെ ഡയറക്ടർ ഇറക്കിയ ഏറ്റവും പുതിയ പുസ്തകം ഗീത ആൻഡ് മാനേജ്മെൻ്റ് ആണ്. അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ലീഡർഷിപ്പിനെ കുറിച്ചുള്ള ഗവേഷണത്തിൽ പറയുന്നത് എ പേഴ്സൺ നോട്ട് ടു എലീറ്റഡ് ബൈ ഗുഡ് ഫോർച്യൂൺ ആൻഡ് ഡിപ്രസ്ഡ് ബൈ ബാഡ് ഫോർച്യൂൺ. എന്നുവെച്ചാൽ പരാജയത്തിൽ അതിഭയങ്കരമായിട്ട് തകരുകയും വിജയങ്ങളിൽ ഹർഷോന്മാദം പുലർത്തുകയും ചെയ്യാത്ത ആ വ്യക്തിയായിരിക്കണം ഏറ്റവും ബെസ്റ്റ് ലീഡർ. നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ബാങ്ക് ചെയർമാൻ. അത് ഭഗവത്ഗീതയിലെ ഒറ്റ വാക്കിൽ പറയുന്നു, സ്ഥിതപ്രജ്ഞൻ, ആടാതെ ഉലയാതെ ദീപനാളം പോലെ. അതിനെക്കുറിച്ചാണ് ഇന്ന് സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഇന്ത്യൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുമ്പോൾ ഇവിടെ എത്ര സ്കൂളുകൾ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു? ഭഗവത്ഗീത പഠിച്ചോണ്ട് കാര്യമുണ്ടോ? ഭഗവത്ഗീതയും പുരാണവും പഠിച്ചിട്ട് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്? കർമ്മമേഖലയിലേക്ക് നമുക്ക് എവിടെ എത്തിക്കാൻ പറ്റുന്നു? മഹമ്മൂദ് ഗസ്നി വരുന്ന സമയത്ത് നളന്ദ സർവകലാശാല ആക്രമിക്കുമ്പോൾ 300 പടയാളികൾ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. അവിടെ 7000 വിദ്യാർത്ഥികളും 3000 അധ്യാപകരടക്കം 10000 പേര് അവിടെ ഉണ്ടായിരുന്നു. ഓരോ മുറിയിലും വരുമ്പോൾ അടുത്ത മുറിയിൽ ഒളിച്ചിരിക്കുന്ന അവർ വിചാരിച്ചു എൻ്റെ മുറിയിലേക്ക് വരില്ല എന്ന്. മുഴുവൻ പേരെയും കൊന്നൊടുക്കി.
അവിടുത്തെ സർവകലാശാല 9 മാസം നിന്ന് കത്തി, വെയിലും മഴയും മഞ്ഞും കൊണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഈ പരാജയം വരുന്നു? ഭാഗവതവും ഭഗവത്ഗീതയും മഹാഭാരതവും വായിച്ചിട്ടല്ല കാര്യം. അത് വായിച്ചാൽ ധർമ്മം രക്ഷിക്കാൻ വേണ്ടി ഏത് രീതിയിലും, ഇൻ്റലക്ച്വലായിട്ടായാലും അല്ലാതെ ആയാലും, ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി അണിനിരക്കാൻ നമ്മൾ തയ്യാറാവണം. ആ തയ്യാറെടുപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഭയവും ആശങ്കയും ഇല്ലാതെ അപ്രിയ സത്യങ്ങൾ എവിടെയും തുറന്നു പറയാൻ കഴിയും നമുക്ക്. അതാണ് എൻ്റെ മുന്നിലുള്ള പ്രചോദനം. അപ്രിയ സത്യം വിളിച്ചു പറയാനുള്ള ധൈര്യവും എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ ഒരായുധത്തിനും സാധിക്കുകയില്ല എന്ന ആ സന്ദേശവുമാണ് ശ്രീ സുരേഷ് ബാബു വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞത്. നമ്മുടെ നിത്യജീവിതത്തിലും പാഠമാക്കാൻ പറ്റിയ മാനസികമായ ധൈര്യം, ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള, ഏത് വെല്ലുവിളികളെയും നിഷ്പ്രയാസം മറികടക്കാനുള്ള വളരെ ചുരുക്കം ഒരു സൂത്രവാക്യമാണ് അദ്ദേഹം പറഞ്ഞത്.